ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഒരുമിച്ച് കൂടിയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ അനന്തര സ്വത്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? സഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് ഇഷ്ടം. അനന്തര സ്വത്തിനേക്കാൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് താല്പര്യം. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? സ്വാഭാവികമായും നമ്മൾ പറയും, നമുക്ക് നമ്മളെ സ്വത്ത് തന്നെയാണ് ഇഷ്ടം. സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, മാലി മാലി, ആദമിന്റെ മക്കൾ അതാ പറയുന്നു, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന്. നിങ്ങൾക്കറിയാമോ ആദമിന്റെ മക്കളെ, നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്തുമാത്ര? നിങ്ങൾ തിന്നതും നിങ്ങൾ ഉടുത്തതും, അത് മാത്രമേ നമ്മൾത് എന്ന് പറയാൻ അവകാശമുള്ളൂ. ഞാൻ ഉടുത്ത് നുരുമ്പിച്ച് കളഞ്ഞ വസ്ത്രം അതിന്റെ തന്നെയായിരുന്നു. വേറൊരാൾ ഉടുക്കൂല, വേറൊരാൾക്ക് ഉടുക്കാനും പറ്റൂല. ഞാൻ തിന്നത് അതിൻ്റെത് മാത്രം, വേറൊരാൾക്ക് തിന്നാനും പറ്റൂല, വേറൊരാൾക്ക് അത് ഉപയോഗിക്കാനും പറ്റൂല. പിന്നെ എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ 8 സെന്റ് സ്ഥലവും എന്റെ 8 സെന്റ് സ്ഥലത്തുള്ള പുരയും എന്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നു, എന്റെ അനന്തര സ്വത്താ. ഞാൻ വീട്ടിലെത്തിയിട്ടില്ലേ, ഒരാഴ്ചന്റെ ഉള്ളിൽ എന്റെ മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കാനുള്ളതാ. ആ അനന്തര സ്വത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതെന്റേതാണെന്ന ധാരണയിൽ. എന്നാൽ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളമോ, എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് കിട്ടിയാലും ആ സമ്പത്ത് പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നവർ ചിന്തിച്ചിരുന്നു. പാരത്രിക ലോകത്ത് എനിക്ക് ആ പണം കൊണ്ട് എന്ത് ഗുണം കിട്ടും എന്ന ചിന്തയായിരുന്നു സമ്പത്ത് ലഭിക്കുമ്പം അവരെ ചിന്തിപ്പിച്ച്. ഇതെങ്ങനെ ശേഖരിച്ച് അവിടെ ഒരു 10 സെന്റ് വാങ്ങാം, ഈ പറഞ്ഞതിനൊന്നും നിങ്ങളൊന്നും വാങ്ങരുത്, നിക്ഷേപാക്കി വെക്കരുത്, മക്കൾക്ക് കണ്ടുകൊടുക്കരുത് എന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. പക്ഷേ എന്ത് കിട്ടിയാലും നമ്മളെ മനസ്സിലുള്ളത് 2.5% മാലിന്യമാണ്, അത് സക്കാത്തിന്റെ വകുപ്പിൽ പെടുത്തേണ്ടതാണ് എന്ന് പഠിച്ചിട്ട് പോലും ഈ സെക്കൻഡ് വരെ കൃത്യമായ സക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാൻ പാകപ്പെട്ട ഒരു മനസ്സ് നമ്മൾക്കില്ലെങ്കിൽ, ആ പണം നമ്മൾക്ക് അല്ലാഹ് നൽകുമ്പം നമ്മളെ മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.